ഹരേ കൃഷ്ണ, നമസ്കാരം. ജ്യോതിഷ കൈരളിയിലേക്ക് സ്വസ്വാഗതം. ലൈക്കും സബ്സ്ക്രിപ്ഷനും എല്ലാവിധ പ്രോത്സാഹനങ്ങളും തന്ന് ഒറ്റ കുടുംബമായി നമ്മൾ പോകുന്നതിന് നിങ്ങളോടെല്ലാം ആ പ്രപഞ്ചശക്തിയുടെ ഭഗവാന്റെ പേരിൽ നന്ദിയും സ്നേഹവും പറയുന്നു. നമ്മൾ ഇന്ന് ഒരു പുതിയ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പുതിയ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഈ മാരേജിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് പോകുന്ന ധാരാളം ആൾക്കാർക്കുള്ള ഒരു വിഷയം. അതായത് നിലവിൽ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ കുടുംബ കോടതികൾ കേസ് വർദ്ധിച്ചു. ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരുപാട് അകൽച്ച വരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കുറേയൊക്കെ കുടുംബത്തിൽ തന്നെ കാരണവന്മാരും മറ്റുള്ളവരും പറഞ്ഞുമൊക്കെ അവരെ ഇത് ചെയ്യും. ഇപ്പോൾ അങ്ങനെയല്ല. ആണും പെണ്ണും വളരെ ഫ്രീക്കായിട്ട് ഇടപഴകുകയും ഫ്രീക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവരാണ്. കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ പുതിയ ജനറേഷനെ സംബന്ധിച്ച് പലരും മാരേജിലേക്ക് പോകുമ്പോൾ തന്നെ പേടിയാണ് അവർക്ക്. കാരണം ഒരു മാരേജ് വേണോ, ലിവിങ് ടുഗദർ പോരെ? കാരണം മാരേജിലേക്ക് വന്നാൽ പിന്നെ ഫ്യൂച്ചറിൽ വരാവുന്ന പ്രശ്നങ്ങൾ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾ ഇങ്ങനെ ആയിരുന്നു, നമ്മൾ ജീവിതം കുറച്ചേ ഉള്ളൂ, അതിനകത്ത് കേസും വഴക്കും ടെൻഷനായിട്ട് പോകാൻ വയ്യ. അപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ണർ, അതാണായാലും പെണ്ണായാലും, നമുക്ക് പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ, ഇത് ഒരു വലിയ വിഷയമാണ്. അസ്ട്രോളജിക്കലി ഇതിൽ ഒരു പരിധിവരെ അതിനകത്തേക്ക് നമുക്ക് കടന്നാൽ അത് കണ്ടെത്താൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരു ജാതക പൊരുത്തമൊക്കെ ഒന്ന് നോക്കുമ്പോൾ എല്ലാവരും പറയും 10ൽ 9 പൊരുത്തം ഉണ്ടായിരുന്നു, പാവസാമ്യം ഉണ്ടായിരുന്നു, ഗണപ്പൊരുത്തം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും ജാതകത്തിൽ രണ്ടുപേരുടെ ജാതകം അനലൈസ് ചെയ്യുമ്പോൾ രണ്ടുപേരുടെ ജാതകത്തിലും ക്യാരക്ടർ വൈസ് എങ്ങനെ പോകുമെന്ന് നോക്കണം, അവരുടെ മാനസിക നില എങ്ങനെ പോകുന്നു, ഇതിലാണ് കാര്യമിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയും അത് കറക്റ്റ് ചെയ്യാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട്, അസ്ട്രോളജിക്കലി നമ്മൾ വിശ്വാസം വേണം, അന്ധവിശ്വാസം വേണ്ട. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഏകദേശ ജ്യോതിഷ ടേംസ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജാതകങ്ങളിൽ അതായത് പാപസാമ്യത്തിൽ കൂടുതലോ കുറവോ വരട്ടെ, പക്ഷേ ചില ജാതകങ്ങളിൽ അവരുടെ വെർജിനിറ്റി സ്ഥാനം ചിലപ്പം കുറച്ച് മോശമായിരിക്കും. അപ്പം ആ വെർജിനിറ്റി സ്ഥാനം നോക്കുമ്പോൾ അറിയാം ഇവരുടെ ജാതകത്തിൽ ഇവർക്ക് അവർ എങ്ങനെ ആയിരിക്കും, അവരുടെ ഒരു നമ്മൾ പറയില്ലേ, അവരുടെ പാതിവൃത്യം ആണായാലും പെണ്ണായാലും എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം അവരുടെ മോറൽ സൈഡിന് അത് അവരുടെ കുഴപ്പമല്ല, അത് ജനറ്റിക്കലി പിന്നെ അവരുടെ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ, അവർക്ക് കിട്ടുന്ന മെൻ്റൽ കണ്ടീഷനിങ്ങൊക്കെ ഇതിന് ബാധകമാണ്. അപ്പോൾ പിന്നെ അവർ ജനിക്കുമ്പോൾ ഉള്ള പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചും കൂടെ വരുമ്പോൾ ഇതെല്ലാം ഒത്തു വന്നാലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിനകത്ത് അവരുടെ മോറൽ സൈഡ് വീക്കാവാൻ സാധ്യതയുള്ളത് അവരുടെ വെർജിനിറ്റി സ്ഥാനത്തിന് വീക്കാണെങ്കിൽ അത് പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ പല ജാതകങ്ങളിൽ നമ്മൾ ചൊവ്വാദോഷമൊക്കെ നോക്കാറുണ്ട്. ചൊവ്വാദോഷം യഥാർത്ഥത്തിലൊരു വലിയ മാരകദോഷമൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ചൊവ്വ ഉച്ചനായിട്ടോ സ്വക്ഷേത്ര ബലവാനായിട്ടോ മൂലക്ഷേത്ര ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ചൊവ്വ വലിയ ദോഷം ചെയ്യത്തില്ല. അതുപോലെ തന്നെ ചിങ്ങം കർക്കിടകം കൂറുകാർ, ഇവർക്ക് ചൊവ്വ യോഗകാരകനാണ്. അപ്പോൾ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ പോലും അവരെ അടുത്ത രീതിയിൽ അത് ബാധിക്കത്തില്ല. എപ്പോഴും ചൊവ്വാദോഷം കൊണ്ട് എല്ലാ ചൊവ്വാദോഷവും ദോഷമാണെന്ന് കരുതരുത്. അതിനകത്ത് മാരകത്വം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിനകത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജാതകത്തിൽ കുജശുക്ര യോഗം വന്നാൽ നമ്മളത് കഴിയുന്നത്ര അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്നൊരു ലൈഫ് പാർട്ണറെ കണ്ടെത്താവൂ. ഇല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നം വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുജശുക്ര യോഗം വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഈ ടെംപ്റ്റേഷൻസ് കൂടുതലായിരിക്കും. അവർക്ക് സുഖം തേടാനുള്ളൊരു വാസന കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ രീതിയിൽ അവരെ പരിഗണിക്കുന്നൊരു ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇല്ലാതെ വരുമ്പോഴാണ് ഇവരെപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യാദൃശ്യമായിട്ട് പോയിപ്പെടുകയും അങ്ങനെ ഒരു ഇത് വരുന്നത്. അതിലേക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതല്ല, അതിന് സൊല്യൂഷനുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മളത് നോക്കണം. പിന്നെ ചില ജാതകങ്ങളിൽ സാഹസികത്വമുള്ള ജാതകമുണ്ട്.
ചില ആണായാലും പെണ്ണായാലും ചിലരുണ്ട് സാഹസികതരായിരിക്കും. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ക്രിമിനൽ മൈൻഡോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ എടുത്തുചാട്ടം, തൻ്റെ ഇടം കൂടുതലുള്ളവർ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്ത് വെർജിനിറ്റി സ്ഥാനം കുറച്ച് വീക്കോ അതല്ലെങ്കിൽ അതിനകത്ത് ഇതുപോലുള്ള ചില ടേംസ് പിന്നെ കുജശുക്രയോഗം പോലുള്ള അതായത് ശനിയുടെ ബന്ധം വരിക അങ്ങനെയൊക്കെ ഉള്ള യോഗങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ അവർ ലൈഫ് പാർട്ണറെ കൊണ്ട് അവർക്ക് ലൈഫിൽ ഒരു സ്വസ്ഥത അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല അവർക്ക്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കംഫർട്ട് ഫീൽ ചെയ്യുന്നൊരു മേഖല വേറെ വരുമ്പോഴാണ് അവർ അങ്ങനെ അത്തരത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അവർ ചതിച്ചു വഞ്ചിച്ചു എന്നുള്ളതല്ല, അതിൻ്റെ സാഹചര്യവും കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. അപ്പം ആദ്യമേ നമ്മൾ ജാതകം ചേർക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും പിന്നെ ജാതക ടേംസ് കിടപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജാതകം ചേർത്താൽ മതി. ഇപ്പം ഒരു കുജശുക്ര യോഗമുള്ള ഒരു ജാതകമാണെന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും അതിനകത്ത് യോനിപ്പൊരുത്തമുള്ള പാർട്ണറെ കണ്ടെത്തുക. രണ്ടാമത്തേത് മെൻ്റലി അവർ തമ്മിലൊരു ഋണർണി യോഗം ഉണ്ടാവുക, അവരുടെ 5ാം ഭാവം നന്നായിരിക്കുക, ചന്ദ്രൻ നന്നായിരിക്കുക, ചന്ദ്രൻ മനസ്സാണ്, അങ്ങനെ വരുമ്പോൾ അതിന് വലിയ ദോഷമില്ലായിരിക്കും. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ 2 ജാതകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ടേംസ് പോലെ തന്നെ ചില ജാതകങ്ങളിൽ നമ്മൾ പറയാറില്ലേ പിന്നെ വളരെ സെൻസിറ്റീവായ വ്യക്തിയാണെന്ന് പറയും. അതായത് ആണായാലും പെണ്ണായാലും ഒരുപാട് സെൻസിറ്റീവായാൽ അവർക്ക് പ്രലോഭനങ്ങളിൽ അറിയാതെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെൻസിറ്റീവ് ആവുന്നതിന് പ്രധാന കാരണം അവരുടെ ജാതകത്തിലെ ചന്ദ്രൻ മനസ്സാണ്, ചന്ദ്രന് വരുന്ന ഗുളിക ബന്ധം അല്ലെങ്കിൽ ആ ചന്ദ്രനെ വീക്ഷിക്കുന്ന പിന്നെ പാപഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, ആ പാപഗ്രഹം കുറച്ച് നമ്മൾ പറയില്ലേ നീചാവസ്ഥയിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുക. ഇപ്പം നീചനായ ചൊവ്വയുടെ വീക്ഷണം, അതല്ലെങ്കിൽ നീചനായ ശനിയുടെ വീക്ഷണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സർപ്പൻ്റെ വീക്ഷണം, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ സെൻസിറ്റീവായൊരു വ്യക്തിയും കൂടെ ആണെങ്കിൽ ആണായാലും പെണ്ണായാലും അവർക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് അവരുടെ മനസ്സ് നമ്മൾ പറയില്ലേ ചലിച്ചു പോവും, അല്ലെങ്കിൽ അവർക്ക് അവർ മനഃപൂർവ്വമല്ല. അപ്പോൾ പിന്നീട് ജനങ്ങളുടെ എല്ലാവരുടെയും മുമ്പ് അവരൊരു പിന്നെ എന്തോ അപരാധം ചെയ്ത പോലെയാണ്. അങ്ങനെയല്ല, ആ ജാതകാൽ അവർക്ക് വരുന്ന കുറവുകളാണ്. അതിനെ ഓവർകം ചെയ്യാനും അതിനെ റെക്ടിഫൈ ചെയ്ത് അതിനകത്ത് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയണം. അതുപോലെ തന്നെ ഒരു ജാതകം പരിശോധിച്ച് ആദ്യം തന്നെ അവരുടെ ജാതകത്തിൽ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി പരിശോധിക്കണം. മാനസികമായിട്ട് അവർക്ക് എത്ര പക്വതയുണ്ട്. നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, ആയുസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ മനസ്സിന് ആരോഗ്യമുണ്ടോ, എൻ്റെ മനസ്സ് എന്നും നന്നായിരിക്കുമോ, എൻ്റെ മനസ്സിന് പ്രശ്നങ്ങളില്ലായിരിക്കുമോ എന്ന് ആരും ചോദിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിയുള്ള ഒരു ഈശ്വരാനുഗ്രഹമുള്ള ബുദ്ധിയൊന്നും പറയാൻ പറ്റില്ല, ഭഗവാന്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ ഒരാളിന് ശരിക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ. എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. കാരണം എനിക്കൊരു കഴിവുമില്ല. ഞാനൊരു ജാതകം കയ്യിലെടുക്കുമ്പോൾ ആദ്യം എൻ്റെ ഗുരുനാഥനായ സാക്ഷാൽ ഗുരുവായൂരപ്പനോട്, ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ അങ്ങയുടെ കയ്യിലൊരു ആയുധമാണ് ഞാൻ, അങ്ങയുടെ കയ്യിലെ ഒരു നമ്മൾ പറയില്ലേ അങ്ങയുടെ കളിപ്പാട്ടമാണ് ഞാൻ. അപ്പോൾ എന്നിലൂടെ അങ്ങ് ഇത് പറയുന്നു, ഇതിനകത്ത് ഇടപെടുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അതിനകത്ത് കുറവുകളുണ്ടെങ്കിൽ അത് മാറ്റി അവരെ നന്നാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനതിലിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ജാതകങ്ങളും നോക്കുമ്പോൾ പലരും പറയാറുണ്ട്, സാറേ ഇതുവരെ ആരും പറയാത്ത രീതിയിൽ അവരുടെ ജീവിതത്തിൽ കിടക്കുന്ന വളരെ രഹസ്യമായ കാര്യങ്ങൾ പോലും ജാതകത്തിൽ നോക്കിയിട്ട് ഭഗവാൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈശ്വരാനുഗ്രഹത്തോടെ പറയുന്നൊരു ആളിലൂടെ നമ്മൾ ഈ ജാതകം ആദ്യമേ കാണിച്ച് അതിനകത്ത് ഫ്യൂച്ചറിൽ വരാവുന്ന കുറവുകൾ കണ്ടെത്തി നികത്തി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും ഒരു ജാതകത്തിൽ പൂർവ്വജന്മദോഷങ്ങൾ നിന്നാൽ ഇത്തരം കാര്യങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യതയാണ്. പൂർവ്വജന്മദോഷങ്ങളെന്ന് പറയുമ്പം പൂർവികമായിട്ട് സർപ്പശാപം, അതുപോലെ തന്നെ ഗുളികദോഷം എന്ന് പറയുന്നത് ബാധാദോഷം അല്ലെങ്കിൽ മാരണദോഷമാണ്. അതുപോലെ തന്നെയാണ് പൂർവികമായിട്ട് വരുന്ന ബ്രഹ്മഹത്യാപാപം.
ഇത് ഒരു ജാതകത്തിലെ പിന്നെ വ്യാഴൻ്റെ പൊസിഷൻ അനുസരിച്ച് അറിയാൻ പറ്റും. വ്യാഴൻ്റെ ചില ദൃഷ്ടികൾ കൊണ്ട് അതറിയാൻ പറ്റും. അതുപോലെ ഒരു ജാതകത്തിൽ ചണ്ടാള യോഗം ഉണ്ടോ എന്ന് നോക്കണം. ചണ്ടാള മഹായോഗം ഉണ്ടെങ്കിൽ ആ ജാതകത്തിൽ എത്ര എല്ലാ അനുഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ ജീവിതം അപ്രതീക്ഷിതമായിട്ട് ചില അബദ്ധങ്ങളിൽപ്പെട്ട് നമ്മൾ പറയില്ലേ, ബുദ്ധിഹീനമായി പ്രവർത്തിച്ച് ചില സമയത്ത് അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധി മരവിച്ച് പോകും. അങ്ങനെ ജീവിതം അനിഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഒന്നേ ഉള്ളൂ. ജാതകം നമ്മൾ പ്രത്യേകിച്ചും ഇനിയിപ്പോൾ നമ്മൾ കതിരമ്മയെ കൊണ്ട് വളം വയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ കുട്ടികളുടെ ജാതകം, എപ്പോഴും കുട്ടികളുടെ ഒക്കെ ജാതകം അവരുടെ ഒരു ലൈഫ് ട്യൂൺഡ് ആവുന്നത് ഒരു 18-20 വയസ്സ് തൊട്ട് 30-35 വയസ്സിനകത്താണ്. കാരണം ഉപരിപഠനം, നല്ലൊരു കർമ്മം, ജോലി, പിന്നെ വലിയ ദോഷമില്ലാത്ത രീതിയിൽ നമ്മളെ അത് ഒരു ഗുണവും ചെയ്യലിന് ഉപദ്രവമില്ലാത്ത ഒരു ലൈഫ് പാർട്ണർ ഇത്രയും ഒത്തു കിട്ടുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ അതിന് മുമ്പായിട്ട് ബിഫോർ മാരേജ് നമ്മൾ ഈ ജാതകം നന്നായിട്ട് പരിശോധിച്ച് അവരെ ഒന്ന് ട്യൂൺ ചെയ്തെടുത്താൽ പൂർവ്വജന്മ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ലൈഫിൽ വലിയ കുഴപ്പങ്ങൾ വരത്തില്ല. എന്തായാലും ഒരു ജാതകം കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ അറിയാവുന്ന ഒരാളിന് ആ ജാതകം കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ജാതകത്തിൽ ഈ വ്യക്തിക്ക് ഇന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാം ലൈഫ് പാർട്ണറെ കൊണ്ട്. അതായത് നമ്മൾ ഏറ്റവും വലിയ ഒന്നായത് 7ാം ഭാവം എന്ന് പറഞ്ഞാൽ മാരകസ്ഥാനം എന്നാണ് പറഞ്ഞത്. ആ 7ാം ഭാവം നന്നായില്ലെങ്കിൽ മാരകസ്ഥാനം എന്ന് പറയാൻ കാരണം ആ ഭാവം കൊണ്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ നശിക്കുമെന്നാണ്. 7ാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, ആത്മാർത്ഥമായി നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ബന്ധുക്കൾ, ഇതെല്ലാം 7ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. നമ്മളെ ലൈഫ് ലോങ് ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടവർ. അപ്പോൾ അതിൽ ഈ പാർട്ട്നേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബാധയായി മാറുമെന്ന് നോക്കണം. അപ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പ്രശ്നമില്ല. ഒരുവിധം ജാതകങ്ങളിൽ ഒരു ഞാൻ പരിശോധിച്ചിട്ടുള്ള ഒരു 90% ജാതകങ്ങളിലും അതായത് ഒരു ഏകദേശം ഓൾമോസ്റ്റ് 90% ജാതകങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് ഇത്തരത്തിലുള്ള എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു ഡിഫക്റ്റുകൾ കൊണ്ടാണ് ജീവിതം പാഴായി പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഈ നിങ്ങൾക്ക് എന്താവശ്യം വന്നിരുന്നാൽ ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ഇടാം. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. വാട്സപ്പ് നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും. കൺസൾട്ടിങ്ങിനായിരുന്നാൽ അത് മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് ഇതുപോലെ തന്നെ നമ്മൾ ഒരു കുടുംബമായിട്ട് പോകണം, പ്രോത്സാഹനം ഉണ്ടാവണം. ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കട്ടെ. എന്ത് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ സെൽഫായി മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കും. നല്ലതേ വരൂ. ഹരേ കൃഷ്ണ. നന്നായി വരും.